ഹലോ, ഇന്നത്തേതൊരു ഈവനിങ് വ്ളോഗാണ്. കുറച്ചായി നമ്മൾ ഈവനിങ് വ്ളോഗൊക്കെ ഇട്ടിട്ട്. ബെഡൊക്കെ കുറച്ച് മെസ്സായിട്ടാണ് കിടക്കണത്, അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാനുണ്ട്. ഈ ബുക്ക് മൊത്തം ഞാൻ പഠിച്ചതല്ല കേട്ടോ, ജസ്റ്റ് ഇനി എത്ര ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടെന്ന് അറിയാൻ വേണ്ടി ബെഡിൽ എടുത്ത് വെച്ചതാണ്. ഇനി അതൊക്കെ തിരിച്ചെടുത്ത് ഷെൽഫിൽ വെക്കണം. ഞാൻ പുതിയൊരു ഷെൽഫല്ല, പണ്ടത്തെ വീട്ടിൽ ഒരു 5 വർഷമൊക്കെ മുമ്പായിരിക്കും അന്ന് പണിയിച്ച ഒരു ഷെൽഫ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാനെടുത്ത് മുറിയിലേക്ക് വെച്ചു. ബുക്സ് കുറേ ഉള്ളതുകൊണ്ട് മുറിയിൽ വെക്കാൻ ഇടം ഉണ്ടായില്ല. ഇതിനൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കണം എന്നൊക്കെ ഉണ്ട്. എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആവശ്യമുള്ള ബുക്സൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാനായിട്ട് പറയണില്ല, ആരെങ്കിലും കമൻറ്റിൽ പറയുമെന്ന് നോക്കാം. കുറച്ച് എസ്തെറ്റിക് ലുക്കൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് എടുത്ത് വെച്ചതാണ്. കുറച്ച് ചെടികൾ അത് ഞാൻ പുറത്തുനിന്നൊക്കെ എടുത്തുകൊണ്ടൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ ഞാൻ വിചാരിച്ചില്ല നിൽക്കുമെന്ന്, പക്ഷേ അത്യാവശ്യം എല്ലാം നല്ല രീതിയിൽ നിൽക്കണ കണ്ടു. പിന്നെ മണി പ്ലാന്റ് വെക്കാത്തതിൻ്റെ കാരണം മണി പ്ലാന്റ് ഒന്ന് ഉഷാറായിട്ട് വരാനുണ്ട്. മണ്ണിൽ വെച്ചപ്പോൾ അത്ര സെറ്റായില്ല, അത് ഇച്ചിരി വാടിപ്പോയി. പിന്നെ ഞാൻ തിരിച്ച് മണ്ണൊക്കെ കളഞ്ഞ് വെള്ളത്തിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് നന്നായി വളർന്നിട്ട് വേണം ടേബിളിൽ വെക്കാൻ. ഇനി ഒന്ന് കുളിക്കാൻ പോകണം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് എന്തെങ്കിലും വിഷ്വൽസ് നല്ല രസം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഓണാക്കി വെച്ചിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞു, എല്ലാം ചടപടയെന്നായിരുന്നു. കാരണം ഇനി കുറച്ച് പരിപാടികളുണ്ട് നമുക്ക് ഇത് കഴിഞ്ഞിട്ട്. എപ്പോഴും പഠിക്കണത് മാത്രം കാണിച്ചാലും ബോറടിക്കില്ലേ, അതുകൊണ്ട് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആവാലോ. വേറൊന്നുമല്ല, എല്ലാവരും ട്രൈ ചെയ്ത സാധനം തന്നെയാണ്. ഞാനിന്ന് മസ്കാ ബണ്ണ് ഇറാനി ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. മസ്കാ ബണ്ണ് ഉണ്ടാക്കാൻ പിന്നെ വലിയ പണിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് തിരഞ്ഞെടുത്തത് കേട്ടോ. അങ്ങനെ മോയ്സ്ചറൈസറൊക്കെ തേച്ചു. പിന്നെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. മുടിയൊക്കെ ചീവി, അതാണ് നമ്മളുടെ കുളി കഴിഞ്ഞിട്ടുള്ള പരിപാടികൾ. സാധാരണ ഈ സമയത്തൊക്കെ നല്ല ഗോൾഡൻ കളറായിരിക്കും നമ്മുടെ റൂം. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് മഴയും അങ്ങനെയൊക്കെയാണ്, അപ്പോൾ അതുകൊണ്ട് ഒട്ടും സൺലൈറ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ വീഡിയോയ്ക്ക് അതിൻ്റേതായ കുറച്ച് ഒരു ഡൾനെസ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നേരെ ബട്ടർ മേടിക്കാൻ കടയിൽ പോയപ്പോൾ അവിടെ ബട്ടറില്ല. മിൽക്ക് മെയ്ഡ് മേടിച്ച് വീട്ടിലിരിപ്പുണ്ടായിരുന്നു, പക്ഷെ അതും ഇപ്പോഴാണ് മനസ്സിലാവണം തീരാറായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബട്ടർ വീട്ടിലിരിപ്പുണ്ടായിരുന്നു, കുറച്ച് മിൽക്ക് മെയ്ഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിപ്പോൾ ഉണ്ടാക്കുകയാണ്. ഇത് വൈറലായ സമയത്ത് തന്നെ ഞാൻ ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി മിൽക്ക് മെയ്ഡും ബട്ടറും വെച്ചാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അന്ന് ഉണ്ടാക്കിയപ്പോൾ തന്നെ വീട്ടിലെല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇറാനി ചായ ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്നാണ് അത് ട്രൈ ചെയ്യണത്. അപ്പോൾ ഇന്ന് ചെറുതായിട്ട് ഫ്ലോപ്പ് ആയില്ല, പക്ഷെ ഫ്ലോപ്പ് ആയെന്ന് വെച്ചാൽ ചെറുതായിട്ടായി. എന്ത് സംഭവം എന്ന് വെച്ചാൽ കടുപ്പം വെച്ച് കുറഞ്ഞു. കുറച്ചുകൂടെ കടുപ്പത്തിൽ ഉണ്ടാക്കിയായിരുന്നെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടെ കിട്ടിയേനെ. ബണ്ണ് ഞാൻ കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒരു സ്മൂത്ത്നെസ് ബണ്ണിന് ഉണ്ടാവുമല്ലോ. അധികം നേരം വെച്ചില്ല, കുറച്ച് നേരം വെച്ചോളൂ കേട്ടോ. ഇനി ഉണ്ടാക്കി വെച്ച മിക്സ് അതിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പരിപാടി കഴിഞ്ഞു. ചായ എടുത്തുകൊണ്ട് ഞാൻ മുറിയിലേക്ക് വന്നു. എന്നിട്ട് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. ടേസ്റ്റ് വൈസ് ചായ അടിപൊളിയായിരുന്നു. കുറച്ച് കടുപ്പം കുറഞ്ഞു എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉണ്ടായുള്ളൂ. കഴിഞ്ഞ തവണ ഉണ്ടാക്കിയപ്പോൾ ഇതുപോലെ ചായയിൽ മുക്കി ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇത്തവണ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ കഴിച്ചു നോക്കണത്. എനിക്കിഷ്ടപ്പെട്ടു. ഇനി നെക്സ്റ്റ് പരിപാടി ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്. ഹിന്ദു ന്യൂസ് പേപ്പറാണ് ഇപ്പോൾ ഞാൻ വായിക്കണത്.
എല്ലാം ഒന്നും വായിക്കില്ല, റീജിയണൽ ന്യൂസൊന്നും വായിക്കാറില്ല. നാഷണൽ ന്യൂസും സ്പോർട്സും ആണ് മെയിനായിട്ട്. അത് രണ്ടുമാണ് മെയിനായിട്ട് നോക്കാറ്. പിന്നെ സമയം കിട്ടുവാണെങ്കിൽ എഡിറ്റോറിയൽ നോക്കാറുണ്ട്. ഡെയിലി വായിക്കുന്നത് കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാത്രമല്ല, മെയിനായിട്ട് നമ്മുടെ ഇംഗ്ലീഷ് കോംപ്രഹെൻഷനും അത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ വരുന്ന കോംപ്രഹെൻഷൻ ഭയങ്കര ലോങ് ആണ്. അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ തന്നെ നല്ലൊരു ടൈം എടുക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ അത്ര സിമ്പിളല്ല. അപ്പോൾ ഈ സ്പീഡ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതും ഈ പേപ്പർ റീഡിങ്ങിലൂടെ നല്ലൊരു കാര്യമായിരിക്കും. അങ്ങനെ ഓടിച്ച് ന്യൂസ് പേപ്പറൊക്കെ വായിച്ച് നിർത്തിയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ മുഴുവനും വായിക്കാറുണ്ട്. അല്ലാത്തതിൻ്റെയൊക്കെ ഹെഡിങ് വായിച്ച് പോകും. ഇനി അടുത്തത് രാവിലെ പഠിച്ചതിൻ്റെ ബാക്കി തന്നെ പഠിക്കാമെന്ന് വിചാരിക്കുക. GK പഠിക്കാനുണ്ട്. പിന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഡെയിലി കുറച്ച് നേരം നോക്കും. പർമാർ സാറിൻ്റെ മന്ത്ലി കറണ്ട് അഫയേഴ്സാണ് ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്യണത്. ഇപ്പോൾ കറൻ്റ്ലി നവംബറാണ് നോക്കണത്. ടു ഡു ലിസ്റ്റൊക്കെ ഒന്ന് എഴുതിയിട്ട് പഠിക്കാൻ തുടങ്ങണം. സാധാരണ ഞാൻ കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോകൾ കണ്ടിട്ട് അതിനകത്തുള്ളത് എഴുതിയെടുക്കലാണ് പതിവ്. എനിക്ക് മൊബൈലിൽ നോക്കി പഠിക്കാനൊന്നും ഒട്ടും താല്പര്യമില്ല. ഒന്നാമതായാലും എനിക്ക് തലവേദന വരും. അപ്പോൾ ഞാൻ അത്യാവശ്യം എല്ലാ നോട്ട്സും ഞാൻ നോട്ട്ബുക്കിൽ എഴുതും. എന്നിട്ട് ഞാൻ ഇതിൽ പഠിക്കുകയാണ് ചെയ്യാറ്. ഒരു 30 മിനിറ്റ്സ് സമയം വെച്ചിട്ട് അതിരുന്ന് എഴുതും. എന്നിട്ട് അത് പഠിക്കലാണ്. ഞാൻ ഒരുപാട് സമയം കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നില്ല. കാരണം ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്. പിന്നെ 30 മിനിറ്റ്സ് മന്ത്ലി കറണ്ട് അഫയേഴ്സ് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാസം കൊണ്ട് നമുക്ക് ആ വീഡിയോ തീർത്താൽ മതിയല്ലോ. അപ്പോൾ ഡെയിലി ഒരു 30 മിനിറ്റ്സ് എഴുതുക, 30 മിനിറ്റ് അതിരുന്ന് പഠിക്കുക. അതാണ്. പിന്നെ അടുത്ത ദിവസം പഠിക്കുമ്പോൾ തലേ ദിവസത്തെ ഒന്ന് റിവൈസ് ചെയ്യുക. എഴുതി കഴിഞ്ഞപ്പോഴേക്കും ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി. ഞാൻ പോയി നൂഡിൽസൊക്കെ ഉണ്ടാക്കി. ഡോക്ടർ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ എല്ലാ ദിവസവും 7:30 ആകുമ്പോഴേക്കും ഡിന്നർ കഴിക്കും. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി ജനലൊക്കെ അടച്ചിടണം. പിന്നെ ഇത് കഴിഞ്ഞ് പഠിച്ച വിഷ്വൽസ് ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാൻ അധികം തോന്നിയില്ല എനിക്ക്. ഹെൽത്തൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം പഴയ പോലെ ഇരുന്ന് പഠിക്കാൻ. ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ നേരത്തെ പോലെ കുറച്ച് വിഷ്വൽസൊക്കെ വെച്ചിട്ടുണ്ട്. കിടക്കുന്നതിന് തൊട്ട് മുന്നേ ഒന്ന് മെഡിറ്റേഷനും കൂടെ ചെയ്തിട്ടാണ് കിടക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു കാമായിട്ടുള്ള മ്യൂസിക് വിട്ട് മുടിയൊക്കെ ജസ്റ്റ് കെട്ടി കിടന്നുറങ്ങും. അങ്ങനെയാണ് എൻ്റെ നൈറ്റ് റൂട്ടീൻ സാധാരണ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വ്ളോഗുമായിട്ട് പിന്നെ കാണുന്നവരെ ബായ്.